യെസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സാധ്യതകളുടെ ഗണിതമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 80 ഒന്നാമത്തെ ചോദ്യമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. രജനി ഹാസ് 3 നെക്ലേസസ് ആൻഡ് 3 ഇയറിങ്സ് ഓഫ് ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ്. ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് 3 കളറ് കല്ല് വരുന്ന മാല നെക്ലേസ് ഉണ്ട് ആർക്ക്? രജനി എന്ന പെൺകുട്ടിക്ക്. ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഷീ വിയർ ദം? നെക്ലേസും ഉണ്ട് ഇയറിങ്സും ഉണ്ട് അല്ലേ, ഒരേ കളറുള്ളേ. ഗ്രീൻ കളർ നെക്ലേസും വരുന്നുണ്ട്, ഇയറിങ്സും ഉണ്ട്. ബ്ലൂ കളർ നെക്ലേസിൻ്റെ ഇയറിങ്സ് റെഡും ഉണ്ട്. 3 കളറും വരുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ അവൾക്ക് അത് ധരിക്കാം എന്നുള്ളതാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹെർ വിയറിങ് എ നെക്ലേസ് ആൻഡ് ഇയറിങ്സ് ഓഫ് സെയിം കളർ? ഒരേ കളർ വരുന്ന രീതിയിൽ ഏതൊക്കെ സാധ്യത വരുന്നുണ്ട്, എത്രയാണ് അതിൻ്റെ പ്രോബബിലിറ്റി വരിക? ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഇനി വ്യത്യസ്തല്ലേ, പച്ച മാലേൻ്റെ കൂടെ ചുവന്ന കമ്മൽ ഉപയോഗിക്കുക, അങ്ങനെ പല രീതിയിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അവളുടെ നെക്ലേസും ഇയറിങ്സും എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. മിസ് നെക്ലേസിന് ഏത് ലെറ്റർ കൊടുക്കുന്നു? എൻ എന്ന ലെറ്റർ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നെക്ലേസിന്. ഓക്കെ, നെക്ലേസിന് എന്നും, അതേപോലെ ഇയറിങ്സിന് എന്ത് കൊടുക്കുന്നു? ഇ എന്നും. ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ കമ്മലാണ് കേട്ടോ, കല്ലുമാലയും കമ്മലുമാണ്. ഓക്കെ, ഇയറിങ്സിന് ഇ എന്നും കൊടുക്കുന്നു. ഇനി ഏതൊക്കെ കളേഴ്സാണ് ഉള്ളത്? ഇയറിങ്സ് ഏതൊക്കെ കളറുണ്ട്? നെക്ലേസ് ഉണ്ട് നീല കളറിന് ബ്ലൂ എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഗ്രീൻ കളറുണ്ട് അല്ലേ, ആദ്യം ഗ്രീൻ അല്ലേ പറഞ്ഞത്? ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതേപോലെ ഏതുണ്ട്? റെഡ് ഉണ്ട്. ശരിയല്ലേ? ഈ 3 കളറുകളും ഉണ്ട്. അതേപോലെ ഇയറിങ്സും ഉണ്ട് സെയിം കളറിലെ, ഒരേ കളറിൽ. ഗ്രീൻ ഇയറിംഗ് ഉണ്ട്, ബ്ലൂ ഇയറിംഗ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്? റെഡ് കളർ ഇയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതായത് ഈ ബി എന്ന് ഉദ്ദേശിച്ചത് എന്താ? ബ്ലൂ കളറിലുള്ള കമ്മൽ. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത്. മിസ് ഒരു ബോക്സ് പോലെ ഇവിടെ ഉണ്ടാക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇവിടെ നെക്ലേസുകൾ എഴുതുകയാണ് മിസ്. നെക്ലേസുകൾ ഏതൊക്കെയാണ്? ഗ്രീൻ കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, റെഡ് കളറുണ്ട്. അതേപോലെ താഴോട്ട് എന്തെഴുതുന്നു? ഇയറിങ്സ് എഴുതുന്നു. ഈ എന്ന് പറയുന്നത് ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. എങ്ങനെ എഴുതാം നമുക്കിവിടെ നോക്കാം. ആദ്യം തന്നെ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? ചുവന്ന ഗ്രീൻ കളറ് കമ്മലില്ലേ, കമ്മലും ഗ്രീൻ ആക്കാം, അതേപോലെ നെക്ലേസും ഗ്രീൻ ആക്കാം. അതൊരു അറേഞ്ച്മെൻ്റ് അല്ലേ? ശരിയല്ലേ? മിസ് ഇങ്ങനെ എഴുതുന്നതിന് പകരം വേറെ രീതിയിൽ എഴുതാം കേട്ടോ. ഒരു സെക്കൻഡ്, സോറി. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു. നെക്ലേസ് ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. ഈ 3 കളറുകളുണ്ട്. അതേപോലെ ഇയറിങ്ങും ഉണ്ട്, ഗ്രീനും ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡും ഉണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം? നെക്ലേസ് ഗ്രീൻ എടുക്കുമ്പോൾ നമുക്ക് കമ്മൽ ഗ്രീൻ എടുക്കാം. ശരിയല്ലേ? മാലയും കമ്മലും ഒരേ കളർ എടുക്കുന്നു. അപ്പോൾ ഒരു ഓപ്ഷൻ എന്താ? എല്ലാ ഓപ്ഷൻസും ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. മാല ഗ്രീൻ എടുക്കുമ്പം ഇയറിങ്ങും ഗ്രീന്. ശരിയല്ലേ? അതൊരു ഓപ്ഷൻ, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഏത് രീതിയിൽ എഴുതാം? ഈ ഗ്രീൻ കളറിലുള്ള നെക്ലേസ് അവിടെ ഫിക്സ് ആക്കി വെക്കുക. ഗ്രീൻ കളറിൻ്റെ കൂടെ ഗ്രീൻ കളർ കമ്മൽ മാത്രമാണോ ഇടാൻ പറ്റുക? അല്ല, ബ്ലൂ കളർ ഇയറിങ് ഇട്ടൂടെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലൂ കളർ ഇയറിങ് ഇടാം. അതായത് നെക്ലേസ് ഗ്രീൻ തന്നെയാണ്, ഇയറിങ് ബ്ലൂ ആക്കി. അതേപോലെ നെക്ലേസ് ഗ്രീനായി നിൽക്കുന്ന സമയത്ത് ഇയറിങ് റെഡ് ഇട്ടൂടെ? 3 എണ്ണത്തിന് ഇല്ലേ, 3 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ 3 എണ്ണം അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ അപ്പോൾ ഗ്രീൻ കളർ മാലയുടെ കൂടെ എല്ലാ കളർ കമ്മലും ഇട്ടു അല്ലേ? ഇനി നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം? നെക്ലേസ് ബ്ലൂ ആക്കാം. അപ്പോൾ ഗ്രീൻ അല്ലേ പറഞ്ഞത്? ഇനി നീല കളർ നെക്ലേസ് ആക്കാം. നീല കളർ നെക്ലേസിൻ്റെ കൂടെ ആദ്യം തന്നെ നമുക്ക് എന്തിടാം? ഗ്രീൻ ഇടാം, പിന്നെ ബ്ലൂ ഇടാം, റെഡ് ഇടാം. ഈ 3 കളർ ഇതിൻ്റെ കൂടെ ഇട്ടൂടെ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഗ്രീന് ഇയറിങ്സ് ഇടുക, കമ്മലിടുക. അതേപോലെ നെക്ലേസ് ബ്ലൂ ആവുന്ന സമയത്ത് ബ്ലൂ ഇയറിങ്സ് തന്നെ ഇടാം. അതേപോലെ ഏതുകൂടാ? നെക്ലേസ് ബ്ലൂ ആവുന്ന സമയത്ത് ഇയറിങ്സ് റെഡ് ഇട്ടൂടെ? അപ്പോൾ അതൊരു ചാൻസ്. ഇനി തിരിച്ച് ഇതേപോലെ തന്നെ ഇതിവിടെ ഫിക്സ് ആക്കി വെക്കുക. ഇത് 3 എണ്ണത്തിൻ്റെ കൂടെ ഉണ്ട്. ശരിയല്ലേ? ഒരു
ഇനി റെഡ് കളർ നെക്ലേസ്, ചുവന്ന കല്ലുമാല നമ്മൾ ഫിക്സ് ആക്കി വെക്കുന്നു. അതിൻ്റെ കൂടെ 3 കമ്മലുകളും നമുക്ക് മാറി മാറി ഇട്ടൂടെ? അപ്പം ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും കേട്ടോ. ആദ്യം മിസ്സ് NGൻ്റെ കൂടെ 3 മാറ്റി മാറ്റി ഇട്ടു. NG എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ കളർ നെക്ലേസ്, ചുവന്ന കല്ലുമാല അല്ലേ, അതിൻ്റെ കൂടെ മാറ്റിയിട്ടു. പിന്നെ ബ്ലൂ കളറിൻ്റെ കൂടെ ഇനി റെഡ് നെക്ലേസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഏതൊക്കെ ഇടാം? ഗ്രീൻ കളർ ഇയറിങ് ഇടാം, പിന്നെയും റെഡ് നെക്ലേസിൻ്റെ കൂടെ ബ്ലൂ കളർ ഇയറിങ് കമ്മലിടാം, പിന്നെയും റെഡ് നെക്ലേസിൻ്റെ കൂടെ റെഡ് കളറ് ഇയറിങ് തന്നെ ഇടാം, കമ്മൽ തന്നെ ഇടാം. ശരിയല്ലേ? അപ്പോൾ ഇത്രയും ചാൻസുകൾ ഏതൊക്കെ രീതിയിൽ നമുക്കിടാം? 3 വെച്ച് കഴിഞ്ഞാൽ 9 രീതികളിൽ, 9 വ്യത്യസ്തമായ രീതികളിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഓരോന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാന്നുള്ളതിൻ്റെ ഉത്തരേ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹെയർ വിയറിങ് എ നെക്ലേസ് ആൻഡ് ഇയറിങ്സ് ഓഫ് ദ സെയിം കളർ? അതായത് രജനി ഒരു ദിവസം ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത അല്ലേ? പ്രോബബിലിറ്റി ഓഫ് സെയിം കളർ, വിയറിങ് സെയിം കളർ, എങ്ങനെ വേണേലും എഴുതാം കേട്ടോ. ഒരേ കളറ് ഇടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരേ കളർ വരാനുള്ള കളേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ പറ? ഒരേ കളർ എപ്പോഴൊക്കെയാണ് വരിക? ഇവിടെ കാണാം അല്ലേ, NG EG എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ കളർ നെക്ലേസും ഗ്രീൻ കളർ ഇയറിങ്ങും. അപ്പോൾ ഒന്നത്. പിന്നെ ഇവിടെ വരുന്നു, അതേതാ? ബ്ലൂ കളർ നെക്ലേസും ബ്ലൂ കളർ കമ്മലും, റെഡ് കളർ നെക്ലേസും റെഡ് കളർ കമ്മലും. അപ്പം എത്ര? 3 സെയിം ആവാനുള്ള സാധ്യത എത്രയാ? ടോട്ടൽ 3 രീതിയിൽ നമുക്ക് സെയിം കളർ ഇടാം. ഗ്രീൻ റെഡ് ബ്ലൂ ശരിയല്ലേ? അപ്പം 3 വ്യത്യസ്ത രീതികളായി. ആകെ എത്ര രീതിയിൽ? നമ്മളെപ്പോഴും എങ്ങനെ എഴുതുക? ചോദിച്ചതിൻ്റെ എണ്ണം മുകളിലും ടോട്ടൽ എത്ര രീതിയിൽ വ്യത്യസ്തമായിട്ട് ഇത് അറേഞ്ച് ചെയ്യാം? 9 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ശരിയല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? 3/9 എന്ന് കിട്ടും. 3/9 നമുക്ക് കട്ട് ചെയ്യാലോ. 3ൽ എത്ര? 3 1/3 എന്ന് മാറ്റി എഴുതാം. കാരണം എന്താ? 3ൽ 1 3ഉം 9ൽ 3 9. ശരിയല്ലേ? കട്ട് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ 1/3 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനി വ്യത്യസ്ത കളറിൽ ഒരേ കളർ അണിയാനാണെങ്കിൽ ഇങ്ങനെ, ഇനി ഡിഫറെൻറ്റ് കളറോ? അപ്പോൾ ഇത് മലയാളത്തിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഒരേ നിറത്തിൽ അണിയുന്നു, ഒരേ നിറത്തിൽ അണിയാനുള്ള ചാൻസ്. ഇനി രണ്ടാമത്തേതോ? വിയറിങ് ഡിഫറെൻറ്റ് കളേഴ്സ്, അതായത് പ്രോബബിലിറ്റി ഓഫ് വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത കളറുകൾ കോമ്പിനേഷൻ ആക്കി എടുത്തിട്ട് അണിയുന്നു. നമ്മളങ്ങനെയല്ലേ പല രീതിയിൽ ചെയ്യാറില്ലേ? അപ്പോൾ വ്യത്യസ്ത രീതിയിൽ എങ്ങനെയൊക്കെയാ? ഈ 3 രീതി ഈ ടോട്ടൽ 9 രീതിയിൽ അവൾക്ക് എന്ത് ചെയ്യാം? മാലയും കമ്മലും അണിഞ്ഞുകൊണ്ട് പോവാം, കളർ അറേഞ്ച് ചെയ്തിട്ട്. 3 രീതിയിലാണ് എന്ത് വരുന്നുള്ളൂ? ഒരേ കമ്മലും മാലയും വരുന്നുള്ളൂ. ബാക്കി 9 രീതിയിൽ എത്ര മെത്തേഡ് ബാക്കിയുണ്ട്? 6 മെത്തേഡ് ഇല്ലേ? അപ്പോൾ 6 രീതികളിൽ അവൾക്ക് വ്യത്യസ്ത കളറുകൾ ഇടാം അല്ലേ? ശരിയല്ലേ? ഇവിടെ ഗ്രീനും ബ്ലൂ ആണ്, ഇവിടെ ഗ്രീനും റെഡും ആണ്. അപ്പോൾ ടോട്ടൽ എത്ര രീതിയിൽ? 6 വ്യത്യസ്ത രീതിയിൽ ഇടാം. ടോട്ടൽ എത്ര രീതി ഉണ്ട് അത് മറന്നു പോകരുത്. എപ്പോഴും താഴെ ആകെ 9 എണ്ണാണുള്ളത്. ശരിയല്ലേ? അപ്പോൾ 6/9 വരും. 6/9 നമുക്കൊന്നുകൂടി കട്ട് ചെയ്യാലോ. 3 വെച്ചിട്ട് 6ൽ 2 3 6 3 3 9. ശരിയല്ലേ? സോ ദ ഫൈനൽ ആൻസർ ഈസ് 2/3. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? ഇതേപോലെ ഒന്ന് എഴുതുക, എന്നിട്ട് ചിന്തിക്കുക, എന്നിട്ട് ഒരാൾ അവിടെ ഫിക്സ് ആക്കിയിട്ട് ബാക്കി ചെയ്യുക. അല്ലാതെ മൊത്തത്തിൽ എഴുതി കഴിഞ്ഞാൽ എണ്ണം കൺഫ്യൂഷൻ ആവും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു പെട്ടിയിൽ 1 2 3 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 2 എന്ന് എഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ 2 ബോക്സുകളുണ്ട്. ശരിയല്ലേ? ഇത് 2 ബോക്സുകളാണെന്ന് വിചാരിക്കുക. ഇതിൽ ഒന്നാമത്തേതിൽ നമുക്ക് എത്രയുള്ളത്? 1 എന്ന് എഴുതിയിട്ടുണ്ട്, 2 എഴുതിയതുണ്ട്, 3 എന്ന് എഴുതിയതുണ്ട്, 4 എന്ന് എഴുതിയിട്ടുണ്ട്. ശരിയല്ലേ? മറ്റൊരു പെട്ടിയിൽ 1 എന്ന് എഴുതിയതുകൊണ്ട് 2 എന്ന് എഴുതിയതുകൊണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്ത്? തുക ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് ആദ്യം ഇതിന്ന് ഒന്നെടുക്കുന്നു. അപ്പോൾ എത്ര രീതികളിൽ വ്യത്യസ്തമായിട്ട് അത് എടുക്കാം എന്നുള്ളത് ആദ്യം എഴുതണ്ടേ നമ്മൾ?
ശരിയല്ലേ? അതായത് നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അടുത്ത ബോക്സിലോ 1, 2. ഇങ്ങനെയല്ലേ നമ്മുടെ കയ്യിൽ ബോക്സിലുള്ള നമ്പേഴ്സ്. അപ്പോൾ എത്ര വ്യത്യസ്തമായ രീതികളിൽ എടുക്കാം എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നാലല്ലേ നമുക്ക് തുക ഒക്കെ നോക്കാൻ പറ്റുള്ളൂ, സമ്മ് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ അത് പെയറാക്കി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. എത്ര രീതിയിൽ നമുക്ക് എടുക്കാം ഒന്ന് പറഞ്ഞു നോക്ക്. എടാ, ആദ്യത്തെ ബോക്സിൽ നിന്ന് 1 എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 കിട്ടാനുള്ള ചാൻസ് ഇല്ലേ? ശരിയല്ലേ? 1 എടുക്കുമ്പോൾ ഒന്ന് മറ്റേതൊന്ന് 1 എടുക്കാം. 1 എടുക്കുമ്പോൾ ഇതിന്ന് 1 എടുത്തു എന്ന് വിചാരിക്കും. ഇതിന്ന് 1 തന്നെ എടുക്കണം എന്നുണ്ടോ? അവിടെ 2 ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ഇത് 1 ആകുമ്പം ഇത് 2 ആവാനുള്ള സാധ്യത ഇങ്ങനെയും ഇങ്ങനെയും വരാം. ഓക്കെ ആണല്ലോ? അടുത്ത രീതി ഏതാ? അടുത്തത് നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 2 എന്ന് പറയുന്ന നമ്പർ എടുത്തൂടെ? അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 2 ആകുമ്പോൾ താഴത്തെ ബോക്സിൽ നിന്ന് എന്ത് പറയാം? ഇതിന്ന് 2 എടുക്കുന്നു അല്ലേ? ഇതിന്ന് 2 എന്നുള്ളത് എടുക്കുന്നു. നമുക്ക് ബോക്സുകൾ അങ്ങനെ വിചാരിക്കുക, നമ്പറുകളാണ്. അതായത് 1 എടുക്കുമ്പോൾ 1 വരാം, അടുത്തത് 2 എടുക്കാം. അപ്പോൾ ഒരു ചാൻസ് കഴിഞ്ഞു. ഇനി ആദ്യത്തെ പെട്ടിയിൽ നിന്ന് 2 എടുത്താൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, 2 എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ശരിയല്ലേ? അതായത് 2 എടുത്താൽ 1 വരും, 2 എടുത്താൽ അടുത്ത ബോക്സിൽ നിന്ന് 2. അപ്പോൾ അത് പിന്നെ നമ്മൾ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് 3 എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ പെട്ടിയിൽ നിന്ന് 3 ആകുമ്പോൾ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എന്തെടുക്കാം? 1 എടുക്കാം, 2 എടുക്കാം. ഈ 2 സാധ്യതകൾ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 3, 1 വരും, 3, 2 വരും. അതൊരു ചാൻസാണ്. ചാൻസുകളൊക്കെ ഇങ്ങനെ പെയറാക്കി എഴുതി വെക്കുക, എന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെയോ? അപ്പോൾ 3ൻ്റെ കഴിഞ്ഞു. ഇനി ആദ്യത്തെ ബോക്സ് നമ്മൾ നോക്കാതെ എടുക്കില്ലേ? ചിലപ്പോൾ 4 ആവാനുള്ള സാധ്യത ഉണ്ട്. 4 എടുക്കുമ്പോൾ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 വരാം, അല്ലെങ്കിൽ 2 വരാം. അപ്പോൾ അവിടെ 2 ചാൻസ് അല്ലേ? 4 എടുക്കുമ്പോൾ 1 വരാനുള്ള ചാൻസ് ഉണ്ട്, 2 വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ രീതിയിലല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ വരുമോ? ഇല്ല. ആകെ ഇത്ര രീതികളെ വരുള്ളൂ. ടോട്ടൽ എത്ര രീതി ഉണ്ട്? ഇവിടെ 2 രീതി, ഇത് 2, ഇത് 2, ഇത് 2. അതായത് ടോട്ടൽ 8 രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വ്യത്യസ്ത രീതികൾ ഈ നമ്പറുകൾ ഈ ബോക്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ശരിയല്ലേ? ടോട്ടൽ 8 മെത്തേഡ് ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി, അതായത് വൺ സ്ലിപ്പ് ഈസ് ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ബീങ് ഓഡ്. അതായത് നമ്മൾ ഇങ്ങനെ നമ്പറുകൾ എടുത്തല്ലോ, ഈ എടുക്കുന്ന നമ്പറുകളുടെ തുക ഓഡ് ആവാനുള്ള സാധ്യത. അപ്പോൾ ആകെ 8 മെത്തേഡ് അല്ലേ? ഇവിടെ താഴെ എഴുതി വെക്കാം നമുക്ക്. 8 ഡിഫറെൻറ്റ് വേസ്, 8 വ്യത്യസ്ത വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ എണ്ണം എടുക്കാം. ഇനി ചോദിച്ചത് ഈ എടുക്കുന്ന സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ സമ്മ അല്ലേ? സമ്മ എന്താവണം എന്നാണ് പറഞ്ഞത്? ഒറ്റ സംഖ്യ ആവാനും ഇരട്ട സംഖ്യ ആവാനും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ തുകയൊന്ന് മുകളിൽ എഴുതി വെക്കാം. എടാ, ഇതിൻ്റെ തുക മിസ് മുകളിൽ എഴുതുന്നു. 1 1 കൂട്ടിയാൽ 2 അല്ലേ? ഇത് കൂട്ടിയാലോ? 1 2 കൂട്ടിയാൽ ഇത് 3 വരും. എല്ലാം കൂട്ടി എഴുതുക. 2 1 കൂട്ടിയാൽ 3, 2 2 കൂട്ടിയാലോ 4. പിന്നെ ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര വരും? 3 1 4, 3 2 5 അല്ലേ? അടുത്തതോ 4 3 5, 4 2 6. അതായത് മിസ് ഈ റെഡ് കളർ കൊണ്ട് എഴുതി വെച്ചത് എന്താ? ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടിയാൽ 2 3, ഇവിടെ 3. അപ്പോൾ വ്യത്യസ്തമായ ഉത്തരങ്ങൾ കിട്ടി. ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരം എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഓഡ് സം അല്ലേ? സം ഓഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചത്. നിങ്ങൾ പറ, ആകെ എത്ര രീതികളുണ്ട്? ആകെ ടോട്ടൽ പേഴ്സ് ആകെ എത്ര ജോഡികളുണ്ട് നമുക്ക് എഴുതാം. ആകെ 8 ജോഡികളുണ്ട് നമ്മൾ എഴുതി വെച്ചില്ലേ? ടോട്ടൽ 8 വേ ഉള്ളത്. പിന്നെ ചോദിച്ചു സമ്മ് ഒറ്റ സംഖ്യ. ഇതിലേതൊക്കെയാണ് ഒറ്റ സംഖ്യ വരുന്നത്? ഇവിടെ മിസ് മാർക്ക് ചെയ്യാം. 3 ഒറ്റ സംഖ്യ, ഓഡ് നമ്പർ അല്ലേ? ഇവിടെ ഇതൊരു 3, അതും ഒറ്റ സംഖ്യയാണ്. 4 ഒറ്റ സംഖ്യയാണോ? അല്ല. 5. അതായത് എത്ര വ്യത്യസ്ത രീതികൾ വരുന്നുണ്ട്? 1 2 3 4. 4 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഒറ്റ സംഖ്യ വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഒറ്റ സംഖ്യയാണ്. ആകെ എത്ര എണ്ണത്തിൽ? 8 എണ്ണത്തിൽ 4 എണ്ണം. ശരിയല്ലേ? അപ്പം എന്ത് എഴുതാം? 4/8 എന്ന് എഴുതാം. 4നും 8നും കട്ട് ചെയ്താൽ എന്ത് വരും? 1/2 എന്ന് വരും. ദാറ്റ് ഈസ് 1/2. ഇനി ചോദിച്ചത് എന്താ? സമ്മ് ഈവൻ ആവാനുള്ള ഓഡ് സമ്മ് എഴുതി. ഇനി ഈവൻ സമ്മ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഈവൻ. തുക എന്താവണം?
ഇരട്ട സംഖ്യ ആവണം. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുത്ത സംഖ്യയും രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുത്ത നമ്പറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇരട്ട സംഖ്യ കിട്ടണം. ഇരട്ട സംഖ്യകൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ട് ഇത് ഇരട്ട സംഖ്യ. അപ്പോൾ 1 ഇതാ, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, 6 ഇരട്ട സംഖ്യ അല്ലേ, ഈവൻ നമ്പർ അല്ലേ. അപ്പോൾ എന്ത് വരും? തുക ഇരട്ട സംഖ്യ ആവാൻ ആകെ എത്ര ചാൻസ് ഉണ്ട്? 4 ചാൻസ് തന്നെ അല്ലേ. 8ൽ 4. 8 എങ്ങനെയാണ് വന്നത് മനസ്സിലായല്ലോ. ആകെ സാധ്യത എപ്പോഴും താഴെ എഴുതണം കേട്ടോ. അപ്പോൾ 4/8 ഇതിൻ്റെ ഉത്തരം എന്ത് തന്നെ വരും? 1/2 എന്ന് തന്നെ വരും. ശരിയല്ലേ? 1/2 1/2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് ഇങ്ങനത്തെ കാർഡിൻ്റെ ചോദ്യമൊക്കെ സ്ഥിരമായിട്ട് വരുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് എഴുതുക. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ഒരു ഫിക്സ് ചെയ്യുക. ഒന്നെടുത്താൽ ഇത് 2 എഴുതാം, പിന്നെ 2ലേക്ക് പോകാവൂ. അങ്ങനെയാകുമ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടും. ഇനി തുകയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ മുകളിൽ എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് എണ്ണി നോക്കാൻ എളുപ്പമുണ്ട്. പറഞ്ഞാൽ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏകദേശം ഇതേപോലെ തന്നെ ഒരു ചോദ്യമാണ് അല്ലേ. അതായത് ഇവിടെ എന്താ ഉള്ളത്? ഒരു പെട്ടിയിൽ 1 2 3 4 എന്ന് എഴുതിയ ബോക്സ് ഉണ്ട് അല്ലേ. നമ്പേഴ്സ് എഴുതിയ കാർഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ കാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. 1 എഴുതിയിട്ടുള്ളൊരു കാർഡുണ്ട്. അപ്പം നമ്മളോട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർഡർ ആക്കിയിട്ട് എഴുതുക. ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്, 4 നമ്പർ. ബോക്സ് ഒന്നും വരയ്ക്കണമെന്നില്ല. ഇതേപോലെ നമ്പേഴ്സ് ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ മറ്റൊരു പെട്ടിയിൽ, അടുത്ത പെട്ടിയിൽ ഏതൊക്കെയാണ് ഉള്ളത്? അടുത്ത പെട്ടിയിൽ 1 എന്നുള്ള നമ്പറും ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ശരിയല്ലേ? 4 ഇല്ല അല്ലേ. മറ്റൊരു കടലാസ് പെട്ടിയിൽ ഓക്കെ ഇങ്ങനെ 2 പെട്ടികളാണുള്ളത്, ഈ 2 നമ്പേഴ്സും ഉള്ളത്. ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? ഈ 1 സ്ലിപ്പ് ഈസ് ഡ്രോൺ ഫ്രം ഈച്ച് ബോക്സ്. ഓരോ ബോക്സിൽ നിന്നും നമുക്ക് ആദ്യത്തെ ബോക്സിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് ഇതിൽ നിന്ന് എടുക്കാം. അത് കഴിഞ്ഞാൽ അടുത്ത ബോക്സിൽ നിന്ന് അടുത്ത സ്ലിപ്പ് എടുക്കണം. അതായത് ഒരു സമയത്ത് നമുക്ക് 2 ബോക്സിൽ നിന്ന് ഓരോ സ്ലിപ്പുകൾ, ഓരോ കടലാസ് കഷ്ണങ്ങൾ വീതം എടുക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? അതായത് നമുക്ക് 2 നമ്പർ കിട്ടൂലേ, ആ 2 നമ്പർ ഗുണിച്ച് കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്ത്? ഇരട്ട സംഖ്യ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ, പക്ഷെ അവിടെ കൂട്ടിയാലാണ് ചോദിച്ചത്. ഇവിടെയോ പ്രൊഡക്റ്റാണ് ചോദിച്ചത്. ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഇവരൊക്കെ ഏതൊക്കെ വ്യത്യസ്ത രീതിയിൽ എഴുതാന്നുള്ളതിനൊരു പെയറാക്കി നമുക്ക് എഴുതി നോക്കാം. അതാ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 1 എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എന്ത് തന്നെ എടുക്കാം? 1 എടുക്കാം. പിന്നെ 1 1 ഫിക്സ് ആക്കി വെക്കുക. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 എടുക്കാനുള്ള ചാൻസ് ഇല്ലേ? പിന്നെ 3 എടുക്കാനുള്ള ചാൻസ് ഇല്ലേ? ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 1 രണ്ടാമത്തേന് ഈ 3 വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ ആ 3 എഴുതി. ഇനി അതേപോലെ തന്നെ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 2 എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 1 എടുക്കാം, അല്ലെങ്കിൽ 2 എടുക്കാം, അല്ലെങ്കിൽ 3 എടുക്കാം. അപ്പം എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എഴുതുന്നു. 2 എടുക്കുന്നതെങ്കിൽ 1 എടുക്കാം, പിന്നെ എന്തെടുക്കാം? 2 എടുക്കാം, അല്ലെങ്കിൽ 3 എടുക്കാം. അത് കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 3 എടുക്കാനുള്ളൊരു ചാൻസ് ഇല്ലേ? ഒന്നാമത്തേന്ന് 3 രണ്ടാമത്തേന്നും ഈ 3 സാധ്യതകളും വരുന്നുണ്ട് അല്ലേ. അതായത് 3 1 വരാം, 3 2 വരാം, 3 3 വരാം. അടുത്തത് അതേപോലെ തന്നെ 4 1 വരാനുള്ള ചാൻസ് ഉണ്ട്, 2 വരാനുള്ള ചാൻസ് ഉണ്ട്, 3 വരാനുള്ള ചാൻസ് ഉണ്ട്. ശരിയല്ലേ? 4 എന്നൊന്നും എഴുതി പോരുത് കേട്ടോ. ഇത് ഒന്നാമത്തെ ബോക്സ്, ഇത് രണ്ടാമത്തെ ബോക്സും. ഈ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്നത് സെക്കൻഡ് ബോക്സ് എന്നാവണം. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്ന നമ്പറും രണ്ടാമത്തെ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്ന നമ്പേഴ്സിനെയുമാണ്. അപ്പോൾ എത്ര വ്യത്യസ്ത രീതികളിൽ നമുക്ക് കിട്ടി? ഓക്കെ, നമുക്ക് ടോട്ടൽ എത്ര വ്യത്യസ്ത രീതിയിൽ കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 12. അതായത് ടോട്ടൽ 12 ഡിഫറെൻറ്റ് പെയേഴ്സിലെ അല്ലെങ്കിൽ മെത്തേഡ്സ് വ്യത്യസ്തമായ 12 രീതിയിൽ എടുത്തപ്പോൾ 12 ജോഡികൾ നമുക്ക് കിട്ടി. എങ്ങനെ വേണമെങ്കിലും വന്നൂടെ. ഇനി നമ്മളോട് ചോദിച്ചത് ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സംഖ്യകൾ തമ്മിലൊന്ന് ഗുണിക്കണം. 1 × 1 1 വരും അല്ലേ. നേരത്തെ നമ്മളോട് തുകയാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് കൂട്ടിയത്. ഇവിടെ ഗുണനഫലമാണ് ചോദിച്ചത്, അപ്പോൾ ഗുണിക്കുക തന്നെ വേണം, മാറിപ്പോകരുത്. 1 1 ഗുണിച്ചാൽ 1 1 × 2 എന്ത് വരും? 2 എന്ന് വരും. 1 × 3 3. അപ്പം മിസ് ഗുണിക്കുന്ന നമ്പറുകളാണ് മുകളിൽ എഴുതുന്നത് കേട്ടോ, അത് മാറിപ്പോകരുത്. ബ്ലൂ കളർ കൊണ്ട് എഴുതാം. ഇവിടെ 1, ഇത് 2, ഇത് 3. ഇനി 2 × 1 എന്ത് തന്നെ വരും? 2 × 1 2, 2 × 2 4, 2 × 3 6.
3 × 1 3, 3 2 6, 3 3 9. ശരിയല്ലേ? 4 1 4, 4 2 8, 4 3 12. അപ്പോൾ എല്ലാ സംഖ്യകളും നമ്മൾ ഗുണിച്ചെഴുതി. ഇനി നമ്മളോട് ചോദിച്ചത് ഈ ഗുണിച്ച് കിട്ടുന്ന ഉത്തരങ്ങൾ ഒറ്റസംഖ്യ വരാനുള്ള സാധ്യത. അപ്പോൾ ഒറ്റസംഖ്യ വരുന്നതിൻ്റെ എണ്ണം മുകളിൽ എഴുതുക, ആകെ സാധ്യത താഴെ എഴുതുക. അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്? അതായത് പ്രോബബിലിറ്റി ഓഫ് ഓഡ് പ്രൊഡക്റ്റ് അല്ലേ? അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെഴുതാം? ഗുണനഫലം എന്താവുന്നു? ഒറ്റസംഖ്യ വരുന്നു. ഗുണനഫലം ഒറ്റസംഖ്യ. അപ്പോൾ നമ്മൾ എന്തെഴുതുന്നു? ഒറ്റസംഖ്യ വരാനുള്ള ചാൻസുകളൊക്കെ ആദ്യം നോക്കാം. ഇവിടെ ഇത് ഗുണിച്ച് കഴിയുമ്പോൾ ഒരു ഒറ്റസംഖ്യ കിട്ടിയത്. അപ്പോൾ 1 ഉണ്ട്, 2, പിന്നെ ഇതൊക്കെ ഇരട്ട സംഖ്യയാണ് അല്ലേ? ശരിയല്ലേ? ഇതൊക്കെ ഇരട്ട സംഖ്യയല്ലേ? 2 4 6. അപ്പോൾ അത് പറ്റൂല. 1 3 പറ്റി. അപ്പോൾ 2 എണ്ണായി. പിന്നെ മൂന്നാമത്തെ ആൾ അവിടെ 9 ഒറ്റസംഖ്യയല്ലേ? നാലാമത്തെ ആള് 4 ആളെ വരുന്നുള്ളൂ. ശരിയല്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? എണ്ണമാണ് എഴുതുന്നത് കേട്ടോ. ഒറ്റസംഖ്യ വരുന്നത് 4 പെയറുകൾ ഗുണിച്ചപ്പോൾ ഒറ്റസംഖ്യയാണ് കിട്ടിയത്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ആകെ 12 പെയറിലാണ് 4 പെയർ ഒറ്റസംഖ്യ. 4/12. 4നെയും 12നെയും കട്ട് ചെയ്തൂടെ? 4 ഒരു 4 വരും അല്ലേ? 12 എത്ര 4? 3 4 12. ദാറ്റ് ഈസ് 1/3 ആണ് ആൻസർ. അടുത്തതോ? പ്രൊഡക്റ്റ് ഓഫ് ഈവൻ പ്രൊഡക്റ്റ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ഈവൻ പ്രൊഡക്റ്റ്, ഇരട്ട സംഖ്യ. ആര്? ഗുണനഫലം ഇരട്ട സംഖ്യ എന്നാണ് കേട്ടോ എഴുതിയത്. മീൻസ് ഇരട്ട സംഖ്യ ആവാനുള്ള ചാൻസ്. ഇപ്പം ഇരട്ട സംഖ്യ എത്ര? ആകെ 12 ചാൻസിൽ 4 എണ്ണം ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ ബാക്കി 12ലേക്ക് എത്രയാണെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇത് രണ്ടും ഗുണിച്ചപ്പോൾ ഒരു ഇരട്ട സംഖ്യ. 1 2 3 4 5 6 7 8. ശരിയല്ലേ? ഇതൊക്കെ ഗുണിച്ചപ്പോൾ ഇരട്ട സംഖ്യയല്ലേ? 12 ഈവൻ നമ്പറാണ്, 8 ഈവൻ നമ്പറാണ്, 4 ഈവൻ നമ്പറാണ്. അതായത് ടോട്ടൽ എത്ര രീതി വന്നു? 8 രീതികൾ. 8 പെയർ ഗുണിച്ചപ്പോൾ നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടിയത്. സോ 8/12. 8നെയും 12നെയും നമുക്ക് 2 വെച്ച് കട്ട് ചെയ്താൽ 4 2 8, 6 2 12. ശരിയല്ലേ? പിന്നെയും കട്ട് ചെയ്യാം, പകുതിയാക്കുക. അപ്പോൾ 2/3 എന്ന് ഫൈനൽ ആൻസർ വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ലിപ്പിൽ എഴുതുന്ന ചോദ്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. ഏതൊക്കെ സെലക്ട് ചെയ്താൽ ഏതൊക്കെ വരും, എങ്ങനെയൊക്കെ പെയേഴ്സ് നമുക്ക് ഒപ്പിക്കുക എന്നുള്ള കാര്യം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇനി ഈവൻ പ്രൊഡക്റ്റ്, അപ്പോൾ നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഗുണിച്ചിട്ടുള്ള ഉത്തരങ്ങൾ മുകളിൽ എഴുതി വെക്കുക. കൂട്ടിയിട്ടുള്ളതാണ് ചോദിച്ചെങ്കിൽ ചോദ്യം കറക്റ്റ് വായിക്കുക. കൂട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ മുകളിൽ എഴുതി വെക്കുക. ഏതാണോ ചോദിച്ചത് അത് മുകളിൽ എഴുതി പോയാൽ മതി. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇത് കാർഡിൻ്റെ പോലെ വ്യത്യസ്തമായ വേറൊരു ചോദ്യം. ഫ്രം ഓൾ 2-digit നമ്പേഴ്സ് യൂസിങ് ഓൺലി ദ ഡിജിറ്റ് 1 2 3. നമുക്കറിയാം 2 ഡിജിറ്റ് നമ്പറിൻ്റെ കാര്യമാണ്. 2 ഡിജിറ്റ് നമ്പറിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തതാണ്. 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ലും എൻഡ് ചെയ്യുന്നത് 99ലും. അപ്പോൾ 10 to 99. പക്ഷേ ഇതിലുള്ള എല്ലാ നമ്പറൊന്നും നമുക്ക് വേണ്ട. നമ്മൾ 2 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പോകുന്നത് ഏത് നമ്പർ മാത്രം ഉപയോഗിച്ചിട്ടാണ്? 1 2 3 ഈ ഡിജിറ്റുകൾ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം അല്ലേ? 1 2 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന 2 അക്ക സംഖ്യകളിൽ ഒരെണ്ണം എടുത്താൽ, അപ്പം നമ്മൾ ഈ 2 അക്ക സംഖ്യകൾ ആദ്യം ഉണ്ടാക്കി നോക്കുക. നമുക്ക് എങ്ങനെയൊക്കെയാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? നമുക്ക് 11 ഉണ്ടാക്കാം. ശരിയല്ലേ? ഈ നമ്പറുകൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കാം. 2 അക്കങ്ങളായാൽ മതി അല്ലേ? അതായത് 1 1 ചേർത്ത് വെക്കാം. അപ്പോൾ 11 കിട്ടും. പിന്നെ 1 2 12. പിന്നെയോ 1 3. അപ്പോൾ 1ൽ തുടങ്ങുന്ന 3 വ്യത്യസ്ത രീതിയിൽ അക്കങ്ങൾ കിട്ടിയില്ലേ? 2 അക്കം. 2 അക്കേ പറ്റുള്ളൂ കേട്ടോ. 123 എന്ന് പറ്റുമോ? 321 പറ്റുമോ? അതൊന്നും പറ്റൂല. 2 ഡിജിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 11 12 13. ഈ 1 2 3 മാത്രമല്ലേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ 2ൽ തുടങ്ങുന്ന എങ്ങനെ ഉണ്ടാക്കാം? 2 1 വെക്കാല്ലേ? അപ്പോൾ 21 എന്ന് പറഞ്ഞ നമ്പർ കിട്ടും. നീ 2 2 തന്നെ വെച്ചൂടെ? അപ്പോൾ 22. പിന്നെ 2ൽ തുടങ്ങുന്ന ഏത് നമ്പർ ഉണ്ടാക്കാം? 23. അപ്പോൾ 2ൽ തുടങ്ങുന്ന എത്ര 2 ഡിജിറ്റ് നമ്പർ കിട്ടി? നമുക്ക് 3 സെറ്റ് കിട്ടി അല്ലേ? 2ൽ തുടങ്ങുന്ന ഈ 2 നമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് 3ൽ തുടങ്ങുന്ന ഉണ്ടാക്കാമല്ലോ. 31 എഴുതാം, 32 എഴുതാം, 33 എഴുതാം. ശരിയല്ലേ? ഈ 9 രീതികളല്ലാതെ ഇനി വേറെ രീതിയിൽ നമുക്ക് ഈ നമ്പറിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? വേറെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. 31 അത് നമ്മൾ എഴുതി. 31 23 എഴുതിയോ നോക്ക്. 23 എഴുതി. അതായത്
1-ൽ തുടങ്ങുന്ന 3 സംഖ്യകൾ ഉണ്ടാക്കാം, 2-ൽ തുടങ്ങുന്ന 3 സംഖ്യകൾ ഉണ്ടാക്കാം, 3-ൽ തുടങ്ങുന്ന 3 സംഖ്യകൾ ഉണ്ടാക്കാം. ഇതെന്തുകൊണ്ടാണ് ഈ നമ്പറുകൾ മാത്രം നമ്മളോട് ചോദ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 1, 2, 3 എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതാവുന്ന സംഖ്യകളാണ്. അപ്പോൾ 1, 2, 3 ഉപയോഗിച്ച് എഴുതാവുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇത്ര എണ്ണല്ലേ ചാൻസ് ഉള്ളൂ, വേറെ ഏതെങ്കിലും വരുമോ? ഇല്ല അല്ലേ. അപ്പോൾ ആകെ എത്ര മെത്തേഡിലുണ്ട്? ടോട്ടൽ 9 2 ഡിജിറ്റ് നമ്പേഴ്സ്, 9 രണ്ടക്ക സംഖ്യകൾ കിട്ടി. ശരിയല്ലേ? ഇനി ഒന്നാമത് നമ്മളോട് ചോദിച്ചത് എന്താ? ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ് അല്ലേ, 2 അക്കങ്ങളും സെയിം, ബോത്ത് ദ ഡിജിറ്റ് ആർ സെയിം. അതായത് 2 അക്കങ്ങളും തുല്യം ആവാനുള്ള സാധ്യത എത്രയാ? അപ്പോൾ നമ്മൾ നോക്കുക, ആകെ നിങ്ങൾക്ക് ഈ 9 രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആകെ അറേഞ്ച്മെൻറ്റിൻ്റെ എണ്ണം എപ്പോഴും താഴെയാണ് വരിക അല്ലേ. ടോട്ടൽ എത്ര രീതിയിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ താഴെ 9 കിട്ടി. ഇനി മുകളിലോ? 2 അക്കങ്ങളും സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതി ഉണ്ട്? 11, 2 അക്കവും സെയിം അല്ലേ, 1 1 എന്നല്ലേ, 2 ഡിജിറ്റും സെയിമാ. 12 പറ്റുമോ? ഇല്ല അല്ലേ, 12-ൽ വേറെ വേറെ ഡിജിറ്റാ. 11 വരും, 22 വരും, 33 വരും. ശരിയല്ലേ? ഈ 3 എണ്ണത്തിൻ്റെ പ്രത്യേകത എന്താ? സെയിം ഡിജിറ്റാണ് വരുന്നത്. അപ്പോൾ എത്ര വ്യത്യസ്ത രീതികളുണ്ട്? 3 രീതിയിൽ ഒരേ അക്കങ്ങൾ വരും. ടോട്ടൽ എത്ര എണ്ണം? 9 എണ്ണം. ആകെ അറേഞ്ച്മെൻറ്റ് 9 ആണ്. അതിൽ 3 എണ്ണം സെയിം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 3/9, 3/9 കട്ട് ചെയ്താൽ 1/3 എന്ന് എഴുതാം. ശരിയല്ലേ? 3-ൽ 1 3, 9-ൽ 3 3 1, അപ്പോൾ അത് കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? 2 അക്കങ്ങളുടെ തുക 4 ആകാനുള്ള സാധ്യത എന്ത്? അതായത് ഈ 2 അക്കങ്ങളോട് കൂട്ടിയിട്ട് 4 തുക വരണം. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ഒന്ന് സമ്മ എഴുതി നോക്കാം. ഏതൊക്കെയാ തുക 4 വരിക? ഇതിൻ്റെ തുക എത്രയാണ് വരിക? അത് രണ്ടും കൂടി കൂട്ടിയാൽ സമ്മാണ് കേട്ടോ മിസ് പറയുന്നത്. സമ്മ ഇതാ, ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് കളറ്, അല്ലെങ്കിൽ വേണ്ട, ഏത് കളറാണ്? ഗ്രീൻ കളറിൽ മോൾ എഴുതാം. 1 1 കൂട്ടിയാൽ എത്രയാ? 2. 1 2 കൂട്ടിയാൽ 3 അല്ലേ. നമ്മൾ നോക്കുക, അക്കങ്ങളുടെ തുകയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഈ എഴുതിയിട്ടുള്ള നമ്പറുകളിലെ 2 ഡിജിറ്റുകൾ കൂട്ടിയാലുള്ള കാര്യമാണ് ചോദിച്ചത്. കൂട്ടുക, തുകയായതുകൊണ്ട് സമ്മായതുകൊണ്ട് കൂട്ടി എഴുതുന്നു. 1 3 കൂട്ടിയാൽ 4 എന്ന് കിട്ടും. ശരിയല്ലേ? 2 1 കൂട്ടിയാൽ 3, 2 2 4, 2 3 5, 3 1 4, 3 2 5, 3 3 6. അതായത് മിസ് ഈ അക്കങ്ങളൊക്കെ വേറെ വേറെ കൂട്ടി കൂട്ടി പച്ച കളറിൽ മുകളിൽ എഴുതി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വന്ന് എന്ത് ചെയ്യുക? പെൻസിൽ കൊണ്ടൊക്കെ മുകളിൽ എഴുതി വെക്കുക. അങ്ങനെ തന്നെ എഴുതാം കേട്ടോ എക്സാമിന്, അല്ലാതെ വേറെ മെത്തേഡൊന്നുമില്ല. ഇതേപോലെ നിങ്ങൾക്ക് റൗണ്ട് ചെയ്ത് വെക്കാം, ചെയ്തതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളോട് ഇതാണ് തുകകൾ. ഇനി നമ്മളോട് ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ എന്നൊന്നും അല്ല ചോദിച്ചത്. തുക കറക്റ്റ് 4 എന്ന് കിട്ടണം. ഈ അക്കങ്ങൾ കൂട്ടിയാൽ കറക്റ്റ് 4 ഉത്തരം വരുന്നത് ഇതാ, അവിടെ 1 ഇതാ, ഒരു 4 ഇവിടെ കിട്ടി. പിന്നെ ഇതാ 2 2 കൂട്ടിയാൽ 4, അപ്പോൾ പിന്നെ ഒരു 4, പിന്നെ ഇതാ 3 1 കൂട്ടിയാൽ 4. അതായത് 2 അക്കങ്ങളും കൂട്ടുമ്പോൾ 4 കിട്ടുന്ന എത്ര വ്യത്യസ്ത നമ്പറുകളുണ്ട്? 3 നമ്പറുകൾ കൂട്ടിയാലും 4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാ? പ്രോബബിലിറ്റി ഓഫ് ഡിജിറ്റ് സം അല്ലേ, സം ഓഫ് ഡിജിറ്റ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനി വെറും 2 എന്നിട്ടിട്ട് ഉത്തരം എഴുതിയാലും മതി കേട്ടോ. ഡിജിറ്റ് സം 4, അതായത് അക്കങ്ങളുടെ തുക. അക്കങ്ങളുടെ തുക എത്ര വരണം? 4 വരുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. 4 വരുന്ന എത്ര രീതികളുണ്ട്? 4 വരുന്ന ഉത്തരം 1 2 3, 3 എണ്ണത്തിൽ ഉത്തരം 4 വരുന്നുണ്ട് സമ്മ കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പം 3 ആകെ എത്ര അറേഞ്ച്മെൻറ്റാണ് ഉള്ളത്? മറന്നു പോയത്. ടോട്ടൽ അറേഞ്ച്മെൻറ്റ് എപ്പോഴും താഴെ 3/9 എന്ന് തന്നെ വരും. 3/9 എത്രയാ? 1/3 എന്ന് തന്നെ വരും. കിട്ടിയല്ലോ. അപ്പോൾ ഇതൊക്കെ ബേസാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. ഈ ചാപ്റ്ററിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പോൾ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് പഠിച്ച് വെക്കുക. എങ്ങനെ വന്നാലും ചെയ്യാൻ അറിയണം. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലായിട്ട് കാര്യമില്ല, സ്വന്തം ചെയ്ത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം കൂടെ നോക്കാം. 4ാമത്തെ ചോദ്യമല്ലേ നമ്മളിപ്പോൾ ചെയ്തത്. നല്ലൊരു ഗെയിമിംഗ് ക്വസ്റ്റ്യൻ അവിടെ ഉള്ളത്. എന്താ ചോദ്യം നോക്ക്. 2 പേർ തമ്മിലുള്ള ഒരു കളി. ഓരോരുത്തരും ഒറ്റ സംഖ്യ വേണോ ഇരട്ട സംഖ്യ വേണോ എന്ന് ആദ്യം തീരുമാനിക്കണം. ശരിയല്ലേ? അത് നമുക്ക് ആദ്യം തീരുമാനിക്കാം. എന്നിട്ട് എന്താ, ഈവൻ നമ്പർ ആണോ അല്ലേ? എ ഗെയിം ഫോർ 2 players. 2 ആൾക്കാർ ഒരുമിച്ചാണ് കളിക്കുന്നത്.
Before starting, each player has to decide whether he wants an odd number or even number. Then both raise some fingers of some hand at the same time. അതായത് രണ്ടുപേരും ഒരുമിച്ച് കൈ ഉയർത്തണം. രണ്ട് കൈകളിലെയും വിരലുകൾ, നമ്മുടെ കയ്യിൽ രണ്ട് കൈകളല്ലേ ഉള്ളത്, രണ്ട് കൈകളിൽ എത്ര വിരലുണ്ട്? ഒരു കയ്യിൽ 5 വിരലുണ്ട്, മറ്റേ കയ്യിലും 5 ഫിംഗേഴ്സ് ഉണ്ട്. ശരിയല്ലേ? ടോട്ടൽ 10 ഫിംഗേഴ്സ് വരുന്നുണ്ട്. ഒരുമിച്ച് ഉയർത്തണം. എന്നിട്ട് ആകെ വിരലുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ രണ്ട് കൈയിൽ ഒരു കൈ കേട്ടോ. അതായത് ഒന്നാമത്തെ ആളിങ്ങനെ നിൽക്കുന്നുണ്ട്, അയാൾ ഒരു കൈ ഉയർത്തുക. 5 വിരലുകളില്ലേ, അത് ഉയർത്തുന്നു. എത്ര എണ്ണം വേണേ ഉയർത്താം. ചിലപ്പോൾ 2 വിരൽ മടക്കി വെച്ചിട്ട് ബാക്കി 3 എണ്ണം നിവർത്തി പിടിക്കാം. മറ്റേയാൾക്കും എന്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഒരു വിരൽ ഉയർത്തി വെക്കാം. എന്തായാലും കുഴപ്പമില്ല. 2 പേരും ഓരോ കൈ വീതം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വിരലുകൾ മാറ്റി മാറ്റി നിവർത്തി പിടിക്കാം. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ 2 ആൾക്കാർ ഉയർത്തിയത് ഒരേ സമയം നമ്മൾ കൂട്ടി നോക്കും. ആ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒറ്റസംഖ്യയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒറ്റസംഖ്യ സെലക്ട് ചെയ്തൊരു ടീമില്ലേ, അയാൾക്കാണ് മാർക്ക് കിട്ടുക. ആ 2 നമ്പറും കൂടി കൂട്ടിയിട്ട് ഇരട്ടസംഖ്യ കിട്ടുന്നതെങ്കിൽ രണ്ടാമത്തെ ആളാണ് രണ്ടാമത്തെ ആൾ ഇരട്ടസംഖ്യ സെലക്ട് ചെയ്ത ആൾക്കാണ് മാർക്ക് കിട്ടുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 2 പേര് ഒരുമിച്ച് ഗെയിം കളിക്കുന്നു. ഒരാളെ ഒരു കൈ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. മറ്റേ ആളെ കയ്യിൽ ഒരു കൈ യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, ഒരുമിച്ച് കൈ പൊക്കും. സ്റ്റാർട്ട് പറയുമ്പോൾ കൈ പൊക്കുമ്പോൾ നമുക്ക് എത്ര വിരൽ വേണമെങ്കിലും നിവർത്തി പിടിക്കാം. അപ്പം ഒന്നാമത്തെ ആൾ 1, രണ്ടാമത്തെ ആൾ 2 വിരലോ നിവർത്തി പിടിച്ച് വെച്ചാൽ 1, 2 കൂട്ടിയാൽ എത്രയാ? 3 എന്ന് കിട്ടും. 3 ഒരു ഒറ്റ സംഖ്യ അല്ലേ, ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ ആദ്യം ഓഡ് നമ്പറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരാളുണ്ടാവില്ലേ, ഒരു ടീം ആദ്യം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അയാൾക്കൊരു പോയിന്റ് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഏതെടുക്കുന്നതാ നല്ലത്? അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ ഓഡ് നമ്പർ കിട്ടാനാണോ ഈവൻ നമ്പർ കിട്ടാനാണോ കൂടുതൽ സാധ്യത എന്നല്ലേ ചോദ്യം. ആ കൂടുതൽ സാധ്യതയുള്ള ആളല്ലേ ജയിക്കുക. അപ്പം നമുക്ക് ആകെ എത്ര രീതിയിൽ കൈകൾ ഉയർത്താം എന്ന് നോക്കാം. ഫസ്റ്റ് കുട്ടീൻ്റെ കയ്യിലല്ലേ, ഫസ്റ്റ് പ്ലെയറാന്ന് വിചാരിക്കുക. ഒന്നാമത്തെ കളിക്കാരല്ലേ, ഇതോ സെക്കൻഡ് പ്ലെയർ, രണ്ടാമത്തെ കളിക്കുന്ന ആളും. 2 കൈയുണ്ട്. ഓരോ കൈകളാണ് ഉയർത്തുന്നത്. അതായത് ഇവൻ്റെ കയ്യിൽ ഒരു വിരലുണ്ട്, 1 അല്ലേ. അതായത് അവൻ്റെ കയ്യിൽ ഒരു വിരലിൽ 5 വിരലല്ലേ ഉള്ളത് ഒരു കയ്യിൽ. ഒരു നമ്പർ ഉണ്ട്, 1 വേണം ഉയർത്താം, 2 വേണമെങ്കിൽ ഉയർത്താം, 3 ഉയർത്താം, 4 ഉയർത്താം, 5 ഉയർത്താം. ഇതിലേതെങ്കിലും ഉയർത്തണം കേട്ടോ, നിർബന്ധമാണ്. അപ്പോൾ ഒരു വിരൽ മടക്കാം, 2 വേണമെങ്കിൽ നിവർത്താം, 3 മടക്കാം, 4 5 മടക്കാം അല്ലേ. 5 വിരലുകളാണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു സാധ്യത നിർബന്ധമാണ്. അതേപോലെ രണ്ടാമത്തെ കുട്ടിക്കും ഇല്ലേ 5 വിരലുകൾ. ആ 5 വിരലുകൾ ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും നിവർത്തി പിടിക്കാം, മടക്കി വെക്കാം. അപ്പം ആദ്യത്തെ സ്റ്റാർട്ട് പറയുമ്പോൾ ഒന്നാമത്തെ ആൾക്ക് വേണമെങ്കിൽ ഒരു വിരൽ പൊക്കാം അല്ലേ. ഒരു കയ്യിൽ ഒരു വിരൽ മാത്രം നിവർത്തി പിടിക്കാം, മറ്റേ ആൾക്ക് ഒരു വിരൽ പിടിച്ചൂടെ. പിന്നെ ഒന്നാമത്തെ ആൾ 1 ആണെങ്കിൽ മറ്റേ ആൾക്ക് 2 വിരൽ നിവർത്തി പിടിച്ചൂടെ. ഒന്നാമത്തെ ആൾ 1 ആണെങ്കിൽ മറ്റേ ആൾക്ക് 3 നിവർത്തി പിടിച്ചൂടെ. അതായത് ഇതിലുള്ള എല്ലാ സാധ്യതകളും നമ്മൾ എഴുതണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ സാധ്യതയും എഴുതണം. അതായത് ഒന്നാമത്തെ കുട്ടി 1 എന്ന് എഴുതിയാൽ ഒന്നാമത്തെ പ്ലെയർ ഒരു വിരല ഉയർത്തി പിടിച്ചതെന്ന് വിചാരിക്കും, ഒരു കയ്യിൽ ഒരു വിരൽ മാത്രം നിവർത്തിയെങ്കിൽ രണ്ടാമത്തെ കുട്ടി ഇതിൽ ഏത് വിരൽ വേണമെങ്കിലും നിവർത്താൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ആ ചാൻസുകൾ ഫുൾ എഴുതാം. 1 ആണെങ്കിൽ രണ്ടാമത്തെ കുട്ടി 1 ആവാം, അല്ലെങ്കിൽ 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. ശരിയല്ലേ? അതേപോലെ ഒന്നാമത്തെ കുട്ടീന് 2 വിരലാണ് നിവർത്തി പിടിച്ചതെന്ന് വിചാരിക്കും, അപ്പോഴും ഒന്നാമത്തെ കുട്ടിക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് 1 എന്ന് പറഞ്ഞാൽ ഒരു വിരൽ നിവർത്താം, അല്ലെങ്കിൽ 2 വിരൽ നിവർത്താം, അല്ലെങ്കിൽ 3 നിവർത്താം. ഏത് സാധ്യത വേണമെങ്കിലും ഉണ്ട്. ഇപ്പം 2 1 2 2 2 3 2 4 2 5. ശരിയല്ലേ? ഇനിയോ 3 അല്ലേ, 3 ഒന്നാമത്തെ കുട്ടി 3 വിരലാണ് നിവർത്തി വെച്ചാൽ മറ്റേ ആൾക്ക് 1 വേണമെങ്കിൽ നിവർത്താം, 2 നിവർത്താം, 3 നിവർത്താം, 4 നിവർത്താം, 5 നിവർത്താം. ഇത് നമ്മളിങ്ങനെ ഒരു ഓർഡറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ എന്താ മിസ് 6 ഇല്ലാത്തതെന്ന് വിചാരിക്കേണ്ട. ഒരാളെ കയ്യിൽ, സാധാരണ ഒരു മനുഷ്യൻ്റെ കയ്യിൽ 5 വിരലുകളല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 5 എന്ന് എഴുതിയത്. 5 വരെ നിന്ന് പോയത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനിയോ 4, ഒന്നാമത്തെ കുട്ടി 4 ആണെങ്കിൽ 4 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആദ്യം റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ എന്താ? ഒന്നാമത്തെ കുട്ടി ഉയർത്തിയ വിരലുകളുടെ എണ്ണ. മറ്റേതോ രണ്ടാമത്തെ കുട്ടി ഉയർത്തിയ വിരലുകളുടെ എണ്ണ. ഇനി ആ കുട്ടിക്ക്, ഒന്നാമത്തെ കുട്ടിക്ക് വേണം 5 എന്ന് പറഞ്ഞ നമ്പറുകൾ, 5 വിരലും പൊക്കി പിടിച്ചൂടെ. അപ്പം മറ്റേ കുട്ടിക്ക് 1 വേണേൽ ഉയർത്താം, 2 ഉയർത്താം, 5 3 ഉയർത്താം, 5 4 ഉയർത്താം, 5 5 ഉയർത്താം. എല്ലാ സാധ്യതയും മനസ്സിലായല്ലോ.
ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധ്യതകളാണുള്ളത്. നിങ്ങൾ പറ എത്ര സാധ്യത ഉണ്ട്? 1 2 3 4 5 1 2 3 4 5, അതായത് 5 വരികളും 5 നിരകളുമായിട്ട് ഇത് ടോട്ടൽ 25 എണ്ണം ഉണ്ടാവും. 5 5 25, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ പെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതാം. ടോട്ടൽ ആകെ ജോഡികൾ അല്ലേ? ടോട്ടൽ പെയേഴ്സ് 5 5 5 നേരെ 5 റോയുമായിട്ട് 25 വ്യത്യസ്ത രീതികൾ കുട്ടികൾക്ക് കൈ ഉയർത്താം. ഈ ഒരു ചാൻസേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എന്തും കൂടെ കണ്ടുപിടിക്കണം, സമ്മ് കണ്ടുപിടിക്കണം. കാരണം എന്താ, ഈ കുട്ടികൾ ഒന്നാമത്തെ കുട്ടി ഒരു വിരലും രണ്ടാമത്തെ കുട്ടി ഒരു വിരലാണെങ്കിൽ ഈ 2 വിരലുകളോട് കൂട്ടിയാൽ എത്രയാ? 2 എന്ന് കിട്ടും. അപ്പം 2 ഒരു ഇരട്ട സംഖ്യയല്ലേ? അപ്പോൾ ഇരട്ട സംഖ്യ സെലക്ട് ചെയ്ത കുട്ടി ജയിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒക്കെ മുകളിൽ എഴുതി വെക്കാം? ഇവരെ വിരലുകൾ എണ്ണം എഴുതി വെക്കാം, അതായത് നമ്പർ എഴുതാം. ഇവിടെ തുക 2 കിട്ടും, ഇവിടെ 3 കിട്ടും. 1 3 കൂട്ടിയാൽ 4. ഏത് കളർ വേണമെങ്കിൽ ബ്ലൂ കളർ കൊണ്ട് എഴുതാം. 2 അല്ല ഗ്രീൻ ആക്കുക, എങ്ങനെയാലും കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണാൻ വേണ്ടി എഴുതാന്നേ ഉള്ളൂ കേട്ടോ. 1 2 കൂട്ടിയാൽ 3, 1 3 കൂട്ടിയാൽ 4, 1 4 5, 1 5 6 അല്ലേ? 2 1 3, 2 2 4, 3 2 5, 2 4 6, 2 3 2 5 7, 4 6 6 അല്ല 5. കൂട്ടുകയാണേ ചെയ്യേണ്ടത്, തുകയാണേ. 2 സംഖ്യകളുടെ വിരലുകൾ തമ്മിൽ കൂട്ടുക, ഗുണിച്ച് പോകരുത്. 3 3 6, 3 4 7, 5 5 10, 4 1 5, 4 2 6, 4 3 7 അല്ലേ? 4 4 8, 4 5 9, 5 1 6, 5 2 7, 5 3 8, 5 4 9, 5 5 10, ശരിയല്ലേ? ഇത്രയും തുകകൾ, അതായത് അവരുടെ വിരലുകൾ ഓരോരുത്തരുടെ കയ്യിലുള്ളതും എണ്ണി നോക്കിയാൽ ഇത്രയും സാധ്യതകൾ, ഇത്രയൊക്കെ സമ്മ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇരട്ട സംഖ്യ വരാനുള്ള സാധ്യത നോക്കാം നമുക്ക് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് സമ്മ് ഓടും. ആദ്യം ഒറ്റ സംഖ്യ നോക്കാം അല്ലേ? ഒറ്റ സംഖ്യ തുകയായിട്ട് വരണം. പ്രോബബിലിറ്റി എത്ര ഒറ്റ സംഖ്യ വരുന്ന ചാൻസുകൾ ഏതൊക്കെയാണ് നിങ്ങൾ പറ? ഒറ്റ സംഖ്യ നമുക്ക് എണ്ണി നോക്കാം. ഏതൊക്കെയാണ് ഒറ്റ സംഖ്യ എന്നറിയാലോ അല്ലേ? 3 5 7 9 ഇതൊക്കെയാണ് ഒറ്റ സംഖ്യ, ഓഡ് നമ്പർ. അത് ഏതൊക്കെ? 1 2 3 4 5 6 7 8 9 10 11 12, ശരിയല്ലേ? 12 സമ്മുകൾ, വിരലുകൾ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ? 12 സെറ്റുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഓഡ് നമ്പറാണ് കിട്ടുന്നത്. അതായത് ഒറ്റ സംഖ്യകൾ കിട്ടാൻ 12 ആകെ എത്ര ചാൻസാണ് ഉള്ളത്? 25. 25ൽ 12 എണ്ണം, 12 അല്ലേ? 12 പ്രാവശ്യം അവർ ഉയർത്തും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഒറ്റ സംഖ്യ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ ഇരട്ട സംഖ്യ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് സം എന്താവണം? ഈവൻ ആവണം. ഇരട്ട സംഖ്യ വരാനുള്ള ചാൻസ് എത്രയാ പറ? ഇതിലുള്ള ഇരട്ട സംഖ്യ ഒന്ന് എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13, ശരിയല്ലേ? 13 എണ്ണം എന്താ വരിക? 13 എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇരട്ട സംഖ്യ ഏതൊക്കെയാണ്? 2 4 6 8 10 അല്ലേ? അപ്പോൾ ഈ തുകകൾ മിസ് അങ്ങനെയാണ് കേട്ടോ നോക്കിയത്, ഇത് എണ്ണി നോക്കിയതാ. അപ്പോൾ നിങ്ങൾ നോക്ക്, 25ൽ 12 പ്രാവശ്യം എന്തിനാ ചാൻസ്? ഒറ്റ സംഖ്യയ്ക്കും. 25ൽ 13 പ്രാവശ്യം ഇരട്ട സംഖ്യയ്ക്കാണ്. അപ്പോൾ ഇതിൽ ഏത് നമ്മൾ രണ്ടാൾക്കാരും ഒരുമിച്ച് കളിക്കുമ്പോൾ കൂടുതൽ സാധ്യത ഏത് വരാനാ? ഇത്തിരിയെങ്കിലും മുന്നോട്ട് നിൽക്കുന്നത് ആരാ? ഇരട്ട സംഖ്യ വരാനല്ലേ? അപ്പം ഞാൻ ഇരട്ട സംഖ്യ വന്നാലാണ് ജയിക്കുക എന്ന് പറഞ്ഞ ഒരാൾ ഫസ്റ്റേ സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? അപ്പോൾ അയാളല്ലേ ജയിക്കുക. കാരണം എന്താ? 12/25 വലിയ നമ്പർ എത്രയാ? 25ൽ 13 വരാനാണ്. അപ്പോൾ അവിടെ ആരാ ജയിക്കുക? ഈവൻ നമ്പർ സെലക്ട് ചെയ്ത ആളാണ് ജയിക്കുക അല്ലേ? ഈവൻ നമ്പർ സെലക്ട് ചെയ്ത ആൾ ആണെന്ത്? ചെയ്ത കുട്ടി അല്ലേ? ചെയ്ത പ്ലെയർ വിജയിക്കാനാണ് എന്ത്? സാധ്യത കൂടുതൽ. അത്രയും കഴിഞ്ഞാൽ അവിടെ ആൻസർ കഴിഞ്ഞു നമ്മളോട്. അതായത് ബെറ്റർ ചോയ്സ് ഈസ്
എന്താണ് സെലക്ടിങ് ഈവൻ നമ്പർ, ബെറ്റർ ചോയ്സ് ഏത് എടുക്കാനാണ് നല്ലത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബെറ്റർ ചോയ്സ് ഈസ് സെലക്ടിങ് ഈവൻ നമ്പർ, കാരണം അവിടെ ഈവൻ വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഭാഗത്തുള്ള 5 ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, മിസ്സ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഓണം പോർഷന് നമുക്ക് ഇതിലൊരു കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്, അതുകൂടി കഴിഞ്ഞാൽ ഈ പാർട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ബാക്കി മുന്നോട്ട് പോകാം. താങ്ക്